ഹലോ നമസ്കാരം, വെൽക്കം ടു ഈ പഠിപ്പുര. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ LDCയുടെ PYQ സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ 8ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മറ്റേ 7 വീഡിയോസ് ഇവിടെ അവൈലബിൾ ആണ്. പല പല ക്വസ്റ്റ്യൻസും പല ഗ്രാമർ പാർട്ടും വൊക്കാബുലറി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് കഴിഞ്ഞ 2023 വർഷത്തിലെ എക്സ് സർവീസ്മെൻ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്കിതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏതൊക്കെ പോർഷൻസിനാണ് വന്നിരിക്കുന്നത്, വൊക്കാബുലറിന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ആൻഡ് ഗ്രാമർ പാർട്ടിന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് രീതികൾ എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് അല്ലേ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യൂ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ട് ആക്കുമ്പോഴും പാസീവിൽ നിന്ന് ആക്റ്റീവിലോട്ട് ആക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഓപ്പൺ ദ വിൻഡോ എന്നാണ് ക്വസ്റ്റ്യൻ. ക്യാൻ ദ വിൻഡോ ബി ഓപ്പൺഡ്, വിൽ ദ വിൻഡോ ബി ഓപ്പൺഡ്, ഷാൽ ദ വിൻഡോ ബി ഓപ്പൺഡ്, ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. നമുക്കറിയാം ഇതൊരു ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുന്നത് ഒരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. അതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇംപെരറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താ? നമുക്കൊരു ഇംപെരറ്റീവ് സെന്റൻസ് തരികയാണെങ്കിൽ നമ്മൾ അതിന്റെ രീതി മാറാൻ പാടില്ല. ടെൻസ് മാറ്റാൻ പാടില്ല, സെന്റൻസിന്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റില്ല. അതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആയിട്ട് തന്നെ വേണം കൊടുക്കുവാനായിട്ട്. അത് നമുക്കറിയാം അല്ലേ. അപ്പം പാസീവിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താ, നോ ചേഞ്ച്. അതൊന്ന് ഓർത്ത് വെച്ചോളാം. ചേഞ്ച് വരാൻ പാടില്ല. എന്തിനൊക്കെയാണ് ചേഞ്ച് വരാൻ പാടില്ലാത്തത്? സെന്റൻസ് സ്ട്രക്ചറിനും, സെന്റൻസ് ടൈപ്പ്, അതുപോലെ ടെൻസിനും മാറ്റം വരാൻ പാടില്ല. അതുപോലെ തന്നെ സെന്റൻസ് ടൈപ്പിന് മാറ്റം വരാൻ പാടില്ല. പിന്നെ നമുക്കറിയാം സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവുന്നു, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവുന്നു അല്ലേ. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു മാറ്റം ഉണ്ടാവും. പിന്നെയോ ഏറ്റവും പ്രധാനം ഏതാ? B+V3 ഫോം. ബിയുടെ കൂടെ ഒരു V3 ഫോം ഉണ്ടായിരിക്കും. നോക്കിയാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുന്നതിൽ വെർബ് ഓപ്പൺ ആണ് അല്ലേ. അപ്പം ഓപ്പൺ ദ വിൻഡോ വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ എന്ത് വരും? ഒരു ബിയും ഓപ്പൺഡും വരണം. ബിയും ഓപ്പൺഡും എല്ലായിടത്തും ഉണ്ട് അല്ലേ. ക്യാൻ ദ വിൻഡോ ബി ഓപ്പൺഡ് ഉണ്ട്, വിൽ ദ വിൻഡോ ബി ഓപ്പൺഡ് ഉണ്ട്, ഷാൽ ദ വിൻഡോ ബി ഓപ്പൺഡ് ഉണ്ട്. ഇതെല്ലാം ചോദ്യ രൂപേണയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ക്യാൻ ദ വിൻഡോ ബി ഓപ്പൺഡ് ചോദ്യം, ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അല്ലേ. അതുപോലെ തന്നെ വില്ലും അതുപോലെ തന്നെയാ, ഷാലും അതുപോലെ തന്നെയാ. നമുക്കതാണോ വേണ്ടത്? അല്ല. നമുക്ക് എന്ത് വേണം? അതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആയിട്ട് തന്നെ വേണം. ഇതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഇംപെരറ്റീവ് സെന്റൻസ് ആയിട്ട് തന്നെ വേണം. അപ്പൊ എന്ത് കൊടുക്കാം? ലെറ്റ്. ലെറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണ്, V1 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺ. ബി ഓപ്പൺഡ് അതുപോലെ B+V3 ഫോം, അതുപോലെ തന്നെ V1 സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇംപെരറ്റീവ് ആയിട്ട് തന്നെ കൊടുക്കുന്നു. ആൻസർ ഇസ് ഡി. നമ്മുടെ ഉത്തരം ഏതാണ്? ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യൂസ് ദി പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. നമ്മളോട് കൊടുത്തിരിക്കുന്ന ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ ടാഗിലെ ചോദ്യമാണ്. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാഗ് കണ്ടുപിടിക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്, എവ്രി വൺ ഈസ് എക്സൈറ്റഡ്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഈസ് ഹി, ആറിൻറ്റ് ഹി, ആറിൻറ്റ് ദേ, ഈസ് ഹി. നമുക്കറിയാം എവ്രി വൺ എന്ന് പറയുന്ന പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ അത് നമ്മളുടെ ഒരു പ്രത്യേകത ആണത്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ് എവ്രി വൺ എന്ന് പറയുന്നത് അല്ലേ. എവ്രി വൺ, എനി വൺ, സം വൺ, അങ്ങനെ വൺ വെച്ചിട്ട് എന്ത് വൺ എന്ന് പറയുന്ന ഇതിൽ അവസാനിക്കുമ്പോഴും ബഡി എന്ന് പറയുന്നതിൽ അവസാനിക്കുന്നത് സംബഡി, എനിബഡി അല്ലേ. അങ്ങനെ എല്ലാം എവ്രിബഡി, സംബഡി, എനിബഡി, നോ ബഡി, അങ്ങനെ അതുപോലെ വണ്ണിൽ അവസാനിക്കുന്ന വന്നാൽ നമ്മൾ ടാഗിൽ കൊടുക്കേണ്ട ഇതേതാ പ്രോനൗൺ ഏതാ നമ്മൾ കൊടുക്കേണ്ടത്? ദേ എന്ന് പറയുന്ന പ്രോനൗൺ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറിയില്ലാത്തൊരു ഓർത്ത് വെച്ചോണം. എവ്രിബഡി, സംബഡി, നോ ബഡി, എനിബഡി എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ എവ്രി വൺ, സം വൺ, നോ വൺ എന്ന് പറഞ്ഞു വന്നാൽ സബ്ജക്റ്റ് ആയിട്ട് ആ പ്രോനൗൺ വന്നാൽ നമ്മൾ കൊടുക്കേണ്ട പ്രോനൗൺ ഏതാണെന്ന് അറിയാമോ? ദേ എന്ന പ്രോനൗൺ ആണ്. ഹിയും അല്ല. ഇവിടെ എല്ലായിടത്തും ഹി കൊടുത്തിട്ടുണ്ടോ? അല്ല. പിന്നെ ഈസ് എക്സൈറ്റഡ് ആ. അപ്പൊ ഈസിന്റെ ഓപ്പോസിറ്റ് ഈസിന്റ് എന്നാണ് വരേണ്ടത്. പക്ഷെ ദേ വരുമ്പോൾ ദേക്ക് നമ്മൾ പ്ലൂറൽ വേണ്ട കൊടുക്കാനായിട്ട്, ദേക്ക് ആറ് വേണം കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ആറിൻതേ ഏത് വരും? ആറിൻതേ. സോ ആൻസർ ഏത് വരും? സി ആണ്. എവ്രി വൺ ഈസ് എക്സൈറ്റഡ്, ആറിൻതേ എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ അല്ലാത്തടത്തൊക്കെ ഏത് പ്രോനൗൺ ഉണ്ടോ ആ പ്രോനൗൺ തന്നെ കൊടുത്താൽ മതി. പക്ഷെ ഇങ്ങനെയുള്ള ഇൻഡെഫിനിറ്റ് പ്രോനൗണുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അതിന് നമ്മൾ ദേ എന്ന് ഇട്ട് കൊടുക്കും. അതേസമയത്ത് എവ്രിതിങ്, തിങ് എന്ന് വരുന്നതാണ്. എവ്രിതിങ്, എനിത്തിങ്, സംതിങ്, നത്തിങ് അല്ലേ. അങ്ങനെ വന്നാൽ നമ്മൾ ഇറ്റ് ആയിട്ട് കൊടുക്കുക. കാരണം വസ്തുക്കളാണ് അല്ലെ, ഇറ്റാണ്. വസ്തുവിന് നമ്മൾ ഇറ്റ് എന്ന് കൊടുക്കും.
മനുഷ്യരെ പറയുമ്പോൾ ദേ എന്ന് പറയും. എവ്രി വൺ, എനി വൺ, സം വൺ, സംബഡി, നോബഡി എന്നൊക്കെ വരും. ഓർത്ത് വെച്ചോണം കേട്ടോ. അതുപോലെ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഏതാ നോക്കിക്കേ. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ച് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനാണ് കൊടുത്തിട്ടുള്ളൂ. എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ എ ആൻ LD ക്ലർക്ക്, ഓപ്ഷൻ ബി എ MLA, ഓപ്ഷൻ സി എ അംബ്രല്ല, ഡി ആൻ യു. ഓക്കെ, അപ്പൊ നമ്മൾക്കറിയാം ഇവിടെ ആർട്ടിക്കിളിലെ ചോദ്യം വന്നിരിക്കുന്നത് വവൽ സൗണ്ട് സ്വരശബ്ദങ്ങളാണെങ്കിൽ നമ്മൾ ആൻ കൊടുക്കാമെന്നും, എന്നാൽ അതേ സമയത്ത് കോൺസണന്റ് സൗണ്ട് വ്യഞ്ജന ശബ്ദങ്ങളാണെങ്കിൽ നമ്മൾ എ കൊടുക്കാമെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എയും ആനും ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. കോമൺ ആയ നൗണുകളുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്കറിയാം. എണ്ണ പറ്റുന്ന കോമൺ ആയ നൗണുകളുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയാം. എയും ആനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താന്ന് വെച്ചാലേ, ഇപ്പൊ MLA, SI, FBI ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ സൗണ്ടിനാ, ശബ്ദത്തിനാ ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പൊ LD ക്ലർക്കിന് നമ്മൾ L എന്നുള്ള ലെറ്റർ വെച്ച് കൊടുക്കരുത്. ലെറ്റർ പകരം നമ്മൾ തന്നെ കൊടുക്കണം. ല സൗണ്ട് ആണോ വരുന്നത് ഇവിടെ? LD ക്ലർക്ക് അല്ല, LD ക്ലർക്ക് എ സൗണ്ടാണ് വരുന്നത് അല്ലെ. LD ക്ലർക്കിന് എ സൗണ്ടാണ് വരുന്നത്. MLAക്കോ? MLAക്ക് M സൗണ്ടാണ് വരുന്നത്. യുനോ? യുന് യു എന്നുള്ള ഇതാ വരുന്നത്, യു. അംബ്രല്ലയ്ക്കോ? ആയാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് പറ്റി? യുന് ആൻ ഇട്ട് കൊടുത്തു, തെറ്റി. MLAക്ക് എ ഇട്ട് കൊടുത്തു, തെറ്റി. അംബ്രല്ലയ്ക്ക് എ ഇട്ട് കൊടുത്തു, തെറ്റി. ആൻ അംബ്രല്ല വേണ്ടേ. അപ്പൊ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ. ഏതാ? ആൻ LD ക്ലർക്ക്. LD എ ആണ് സൗണ്ട്, അതുകൊണ്ട് എ സൗണ്ട് വവൽ സൗണ്ട് ആണ്. അത് നമുക്ക് ഇങ്ങനെ ഇട്ടു. കറക്റ്റ് ആൻസർ ആ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് അല്ലേ. തെറ്റായല്ല, ബാക്കിയെല്ലാം തെറ്റാ, നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള ചോദിച്ചിരിക്കുന്നത്. സോ ആൻ LD ക്ലർക്ക് ഓർത്ത് വെച്ചോ കേട്ടോ. ഒരുപാട് എക്സാമിന് നമുക്ക് ഇപ്പൊ SI ആണെങ്കിൽ അതേ സമയത്ത് ആലോചിച്ച് നോക്കണേ, LD ക്ലർക്കിന് പകരം ഇവിടെ ഇപ്പൊ ഇത് LD ക്ലർക്കാ. ഇനി അങ്ങനെയല്ല എന്ന് വിചാരിച്ചു, ലോവർ ഡിവിഷൻ ക്ലർക്കാ. ലോവർ ഡിവിഷൻ ക്ലർക്ക് ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിലോ, ലോവർ എന്ന് പറയുന്ന സൗണ്ട് കൊണ്ട് നിങ്ങൾ ആലോചിക്കുക. ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ലോവർ എന്ന സൗണ്ട് കൊണ്ട് നമുക്ക് എന്തറിയാം? ല സൗണ്ട് അല്ലേ. അപ്പൊ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആകുമ്പോൾ ആ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ. ആ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് കൊടുക്കും. എന്തുകൊണ്ടാ? ല സൗണ്ട് വന്നതുകൊണ്ട്. അതേസമയത്ത് LD ക്ലർക്ക് എന്ന് പറയുമ്പോൾ എയിലാ വരുന്ന സൗണ്ട്. വ്യത്യാസമുണ്ട്. ഫുൾ ഫോം വരുമ്പോഴും ഷോർട്ട് ഫോം വരുമ്പോഴും വ്യത്യാസമുണ്ട്. ശബ്ദത്തിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. നോ സൂണർ ഹാഡ് ഹി റിട്ടൺ ഹിസ് ഫസ്റ്റ് നോവൽ ഡാഷ് ഹി സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ്, ദെൻ, വെൻ, ദാൻ, ഡിഡ്. ഇത് കുറേ നാള് ഒരുപാട് എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയാമോ? നോ സൂണറിന്റെ കൂടെ പെയർ ചെയ്ത് പോകാൻ പറ്റുന്നത് എന്താ ഉള്ളത് നോക്കാം. ഇപ്പൊ നോ സൂണർ കേട്ട് നോക്കാം നമുക്ക്. നോ സൂണർ എന്ന് പറയുന്ന യൂസേജിന്റെ കൂടെ നമ്മൾ ഏതാ പെയർ ആയിട്ട് എപ്പോഴും കൊടുക്കാറ്? നോ സൂണർ എപ്പോൾ വന്നാലും അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ദാനാണ്. അതേസമയത്ത് വെന്ന്, ബാക്കി ദെന്നൊന്നും ഉപയോഗിക്കില്ല, ഡിഡും നമ്മൾ ഉപയോഗിക്കില്ല. പക്ഷേ നമ്മൾ നോ സൂണർ ഇവിടെ നോക്കണേ. വേറൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. നോ സൂണറുണ്ട് ദാൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഇവിടെ രണ്ട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, നോ സൂണറുണ്ട് ദാൻ വരുമെന്നും, രണ്ടാമത്തെ കാര്യം എന്താ? നോ സൂണർ നമ്മൾ സബ്ജക്ട് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിച്ചൊരു നെഗറ്റീവ് അല്ലേ. ഇതൊരു നെഗറ്റീവ് ഇതാണേ, നമുക്കറിയാം നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ നോ സൂണർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ റൂൾ ഓഫ് ഇൻവേർഷൻ ഉപയോഗിക്കണം. നെഗറ്റീവായ അഡ്വേർബ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ റൂൾ ഓഫ് ഇൻവേർഷൻ ഉപയോഗിക്കണം. അപ്പോൾ ഹാഡ് ഹി എന്ന് വരും. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പല എക്സാമുകൾക്കും. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ നോ സൂണർ നെഗറ്റീവ് അഡ്വേർബ് ആയതുകൊണ്ട് ഹാഡ് ഹി എന്ന് വരുന്നത്. ഹാഡ് ഹി, അതായത് ഓക്സിലറി വെർബ് കംസ് ഫസ്റ്റ്, എന്നിട്ട് സബ്ജക്റ്റ് ഹി. നോക്കണേ, ഹാഡ് ഹി കണ്ടോ, ഹാഡ് ഓക്സിലറി വെർബ് പിന്നെ ഹി സബ്ജക്റ്റ് അത് കഴിഞ്ഞിട്ട്. സാധാരണ സെന്റൻസ് ആകുമ്പോൾ എങ്ങനെ വരും? ആദ്യം സബ്ജക്റ്റ് പിന്നെ ഓക്സിലറി വെർബ് അല്ലേ. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ റൂൾ ഓഫ് ഇൻവേർഷനാ. നോർമൽ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാ? സാധാരണ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? നോർമൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ആദ്യം സബ്ജക്റ്റാണ് വരണ്ടേ. സബ്ജക്റ്റിന് ശേഷമാണ് ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഓക്സിലറി വെർബ്, പിന്നെ മെയിൻ വെർബ് ഉണ്ടെങ്കിൽ മെയിൻ വെർബ്, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് പോകുന്ന സ്റ്റേറ്റ്മെന്റുകൾ. പക്ഷെ ഇൻവേർഷൻ വരുമ്പോൾ, ഒരു സെന്റൻസിൽ ഇൻവേർഷൻ വരുമ്പോൾ, നെഗറ്റീവ് അഡ്വേർബുകളോ അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡുകൾ വെച്ചൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? റൂൾ ഓഫ് ഇൻവേർഷൻ പാലിക്കണം. അതാണ് ഇവിടെ കണ്ടത്. റൂൾ ഓഫ് ഇൻവേർഷനും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, നോ സൂണറിന്റെ കൂടെ ദാൻ ആണ് വരിക. അതേസമയത്ത് ഹാർഡ്ലിയുടെയോ സ്കേഴ്സ്ലിയുടെയോ കൂടെ വെന്ന് വരും. ഹാർഡ്ലി സ്കേഴ്സ്ലിയുടെ കൂടെ വെന്ന് വരും, നോ സൂണറുടെ ദാൻ വരും. ഇത് കോറിലേറ്റീവ്സ് ആണ്. ഇവർ പെയറാണ്, പരസ്പരം പെയറായിട്ട് നിൽക്കുന്നവയാണെന്ന് എപ്പോഴും ഓർത്തിച്ചോളാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കേട്ടോ.
അടുത്ത ചോദ്യം ഇൻഡയറക്ട് സ്പീച്ചിൽ നിന്നുള്ള ചോദ്യമാണ്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. ഡയറക്ട് സ്പീച്ചിലുള്ള സെന്റൻസിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് മാറ്റുക. അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നോക്കിക്കേ, ദ മാസ്റ്റർ സെഡ്, മാസ്റ്റർ എന്ത് പറഞ്ഞു? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സെന്റൻസ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ്. നമുക്കറിയാം, ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ഇൻഡയറക്ട് സ്പീച്ചിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പൊ നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ ഒരു സെഡ് എന്ന വാക്ക് കേട്ടാൽ, അല്ലെ, നമുക്കിവിടെ സെഡ് എന്നൊരു വാക്ക് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ചാടിക്കയറി നമ്മൾ എന്ത് എഴുതും? പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുന്നതിലോട്ട് പോകും. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ബിഗാൻ എന്നുള്ളത് കൊടുക്കും, അല്ലാതെ ഹാസ് ബിഗൺ കൊടുക്കില്ല, അല്ലെ. നമ്മൾ സെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? ബിഗാൻ കൊടുക്കാം. കാരണം ബിഗിൻസ് അല്ലേ, സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറണം. അതുകൊണ്ട് നമ്മൾ ചാടി കയറിയിട്ട് സെഡ് കൊടുത്തുകൊണ്ട് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലോട്ട് കൊടുക്കുക എന്ന് പറയും. ബാക്കി ഒന്നും വരില്ല, അല്ലെ. ഈസ് ബിഗിനിങ് വരില്ല, ഹാസ് ബിഗൺ വരില്ല, ബാക്കി രണ്ടെണ്ണം ഉള്ളത് ബിഗിൻസും ബിഗാനും ആണ്. അപ്പൊ നമ്മൾ ചാടിക്കറി ബിഗാൻ കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ നമുക്കൊരു പോയിന്റ് ഏതാന്ന് വെച്ചാൽ നോക്കേണ്ടത്, ഇതൊരു പ്രോവർബാ. എന്തെങ്കിലും ഒരു പ്രോവർബോ സെയിങ്ങോ ഒക്കെ വന്നാൽ, പ്രോവർബ്, സയന്റിഫിക് ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട്, അല്ലെ, സയന്റിഫിക് ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ വന്നാൽ ഇവയൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ളവയൊക്കെ വന്നാൽ നോ ടെൻസ് ചേഞ്ച് ആണ്, അല്ലെ. ഇവയൊക്കെ വന്നാൽ നോ ടെൻസ് ചേഞ്ച് ആണേ. ഒന്ന് യൂണിവേഴ്സൽ ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട്, പ്രോവർബ് ഒക്കെ വന്ന് ചേഞ്ച് ചെയ്യില്ല. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം, ചാരിറ്റി ബിഗിൻസ്. നോളജ് ഇസ് പവർ, നോളജ് ഇസ് പവർ തന്നെയാണ്, അല്ലെ. അപ്പൊ പുള്ളിക്കാരൻ മാസ്റ്റർ പറഞ്ഞു ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സെഡ് തന്നെ ഇരുന്നോട്ടെ, പക്ഷെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് തന്നെ കൊടുക്കണം. സോ ആൻസർ ബി ആണ്. ദ മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് കൊടുക്കണം, കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് മാറ്റമില്ലാത്തവയുണ്ട്. ചേഞ്ച് നോർമൽ കേസിൽ ചേഞ്ച് ചെയ്യണം, പക്ഷെ ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്ത ഈ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. അതൊന്നും നോട്ട് ചെയ്തോളൂ. ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകാനുള്ള, ഇതൊക്കെ പഠിച്ചായിരിക്കും നിങ്ങൾ. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്ത് പോകാനുള്ള മേഖലയാണ് ഇതൊക്കെ. നമുക്ക് ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. ദ മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ. ദ മിനിസ്റ്റർ ഡാഷ് എ ഹെലികോപ്റ്റർ. ഇത്തവണത്തെ ഈ 2024 ഇറങ്ങിയ നമ്മുടെ പ്രിസൺ ഓഫീസറിലും, അസിസ്റ്റന്റ് ഫീമെയിൽ പ്രിസൺ ഓഫീസറിൽ, പിന്നെ എക്സൈസ് ഓഫീസറിലെ ചോദ്യത്തിൽ ഒക്കെ നമുക്ക് പ്രിപ്പോസിഷനിൽ കുറച്ച് എന്താ കടുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഉണ്ട്, ഓൺ ഉണ്ട്, ഓവർ ഉണ്ട്, ഇൻ ഉണ്ട്. ഇവിടെ കൊടുത്തേക്കുന്നത് ഹെലികോപ്റ്റർ എന്നാണ്, അല്ലെ. നമുക്ക് അതിലോട്ട് വരാം, ബാക്കിയുള്ള കാര്യങ്ങളോട്ട് വരാം. അപ്പോൾ ആവുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തുള്ള മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഹീ ജംപ്ഡ് അപ്പോൺ എ ഹോഴ്സ് എന്ന് പറയുമ്പോൾ നിലത്ത് നിന്ന് അവൻ ഹോഴ്സിന്റെ മുകളിലോട്ട് കയറി. അപ്പൊ അവന്റെ മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഹി ജംപ്ഡ് അപ്പോൺ എ ഹോഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹി ഹോപ്ഡ് അപ്പോൺ ദ ട്രക്ക്, ഓടുന്ന ട്രക്ക്, മൂവിങ് ട്രക്കിൽ അവൻ ചാടിക്കയറി എന്നൊക്കെ പറയില്ല, ഓടിക്കയറി എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ട്രക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെന്തോ ആയിക്കോട്ടെ. ഇവൻ എന്ത് ചെയ്യാണ്? ഓടിക്കൊണ്ടാണ് ചാടുന്നത് അതിലോട്ട്, അല്ലെ. അപ്പൊ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അപ്പോൺ കൊടുക്കാം. ഓൺ കൊടുക്കുന്ന ഒരു സ്റ്റാറ്റിക് ആയ പൊസിഷനിൽ അറ്റ് റെസ്റ്റിലായിരിക്കുന്ന സ്ഥലത്തെ ഓൺ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറയാണ്, നമ്മൾ എന്താ പറയാ, നമ്മൾ ഒരു ബൈക്കിലോട്ട് കയറുവാണ്. എന്താ പറയാ, ഹീസ് ഓൺ ദ ബൈക്ക്. ഇപ്പോൾ ബൈക്കിലായിരിക്കുന്നവൻ ഹീസ് ഓൺ എ മോട്ടോർ ബൈക്ക് എന്നോ ഹീസ് ഓൺ എ ബൈസിക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അർത്ഥം എന്നാ പറയുന്ന ഇത് അവിടെ മുകളിലാണ്. അവിടെ നമുക്കറിയാം ഒരു പ്രതലമൊന്നുമില്ല, ഇതിന്റെ മുകളിൽ, വണ്ടിയുടെ മുകളിൽ ഇരിക്കുകയാണ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള 2 വീലേഴ്സിന്റെ ഒക്കെ മുകളിൽ നമ്മൾ കയറിയിരിക്കുന്നത്. കാരണം നമുക്ക് പൊക്കത്തൊരു കവറൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഓർക്കാം. ഈ വണ്ടികളുടെ ശ്രദ്ധിക്കണം, ആർട്ടിക്കിൾസ് ഒക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ള പോസസീവ്സ് അങ്ങനെയുള്ളതൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, അവിടെ നമ്മൾ എന്തായാലും ഇപ്പൊ കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഓണ് അല്ലെങ്കിൽ ഇന്ന്. ഇപ്പൊ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പോൺ കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇന്ന് വരുന്ന ഏതൊക്കെ കേസിലാന്ന് പറയാം. നമ്മൾ ഒരു വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആ വണ്ടിയിൽ നമുക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമുണ്ട്. യു ക്യാൻ റോം അറൗണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അതിനുള്ള സ്പേസ് ഉള്ള വണ്ടികളാണെങ്കിൽ, എസ്പെഷ്യലി നമുക്കറിയാം ബസ്സിൽ കയറിയാൽ, ട്രെയിനിൽ കയറിയാൽ, എയർപ്ലെയിനിലൊക്കെ കയറിയാൽ നമുക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുള്ള സ്ഥലമുണ്ട്, അല്ലേ. അതിനുള്ള നമുക്ക് അറിയാം വണ്ടികളിൽ അങ്ങനത്തെ ഉള്ള സ്ഥലമുള്ള വണ്ടികളാവുമ്പോൾ നമ്മൾ എന്ത് പറയും? അതിലൊക്കെ നമ്മൾ ഓൺ എന്നാ പറയാം. എവിടെ കൊടുക്കുന്നതെന്ന് അറിയോ? എവിടെ കൊടുക്കുന്നത്? അവിടെ സ്റ്റാറ്റിക് ആയ പൊസിഷൻ ആണ്, ഓർത്തോണം. കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ ജസ്റ്റ് സീറ്റ് മാത്രമേ ഉള്ളൂ, ഇരിക്കാൻ പൊസിഷൻ ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഇറങ്ങി നടക്കാനൊന്നുള്ള സ്ഥലമില്ല. എസ്പെഷ്യലി ഒരു ട്രക്കിലൊക്കെ കയറി, ഒരു വണ്ടിയിൽ ട്രക്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ട്രക്കിൽ ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ, അല്ലേ. അതുപോലെ ഒരു ഹെലികോപ്റ്റർ കയറി ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ, അല്ലാതെ നിന്നിരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല.
അതുപോലെ തന്നെയാണ് നമ്മളൊരു കാറിൽ കയറിയാൽ, അല്ലെ ഒരു ടാക്സിയിൽ കയറിയാൽ, ഓട്ടോറിക്ഷയിൽ കയറിയാലൊക്കെ. അപ്പം നമുക്ക് വന്നത് ഓട്ടോറിക്ഷയിലാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാറിലാണ്, ട്രക്കിലാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇന്ന് കൊടുക്കും. ഹെലികോപ്റ്ററിലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഇന്ന് കൊടുക്കും. ശ്രദ്ധിച്ചോണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഇന്ന് കൊടുക്കും. സോ ആൻസർ ഇന്നാണ്. അപ്പോൾ പറഞ്ഞ മനസ്സിലായല്ലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് ഹെലികോപ്റ്റർ ആകുമ്പോൾ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്ന് കൊടുക്കാം. അപ്പോൾ ട്രക്ക്, കാറ്, ഹെലികോപ്റ്റർ വന്നാലൊക്കെ നമുക്ക് ഇന്ന് കൊടുക്കും. ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഇന്നെന്ന് വന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ്. ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? സെന്റൻസ് ടൈപ്പ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. എക്സ്ക്ലമേഷൻ ഉണ്ട്, വേറെ ഒന്നും നോക്കാനില്ല. എക്സ്ക്ലമേഷൻ ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലേ. അപ്പൊ ആൻസർ എ വരും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറില്ലായിരുന്നു അല്ലേ. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ ചോദിക്കാറില്ലായിരുന്നു. പിന്നെ അടുത്ത ചോദ്യം നോക്കി. ഇവിടെ വൊക്കാബുലറിന് വേറെ ചോദ്യം ഒന്നും ഇത്തവണ വന്നിട്ടില്ല കേട്ടോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഫുൾ വെർബിൽ നിന്നുള്ള, സോറി, ഫുൾ ഗ്രാമർ പാർട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്ത ഫേർണിച്ചർ ഇൻ ദിസ് റൂം. ഈ റൂമിലെ ഫേർണിച്ചർ ഡാഷ് ഗുഡ്, ഈസ്, ആർ, ഹാവ്, ബി. കോൺകോഡിലെ ചോദ്യം, സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലെ ചോദ്യമാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏതാണ് ആൻസർ വരേണ്ടതെന്ന്? ഇവിടെ കൊടുത്തിരിക്കുന്ന സബ്ജക്ട് നോക്കുക. ഫേർണിച്ചർ എന്ന സബ്ജക്റ്റാണ്. ഫേർണിച്ചർ എന്ന് പറയുന്നത് എന്താ? ഫേർണിച്ചർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് അല്ലേ. ഫേർണിച്ചർ, അഡ്വൈസ്, എവിഡൻസ്, ഇൻഫർമേഷൻ, കട്ട്ലറി, അതുപോലെ തന്നെ ക്രോക്കറി, അതുപോലെ നമുക്ക് പറയാം മെഷീനറി ഒക്കെ എന്തിൽ പെടുന്ന, സ്റ്റേഷനറി, മെഷീനറി ഒക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺ. സോ അൺകൗണ്ടബിൾ നൗൺ വന്നാൽ സിംഗുലർ ആണ് കൊടുക്കേണ്ടത്. സിംഗുലർ ആയിട്ട് ഏതാ ഉള്ളത്? ഈസ്. ബി ഫോർമുലേഷൻ നമ്മൾ കൊടുക്കില്ല അല്ലെ. ബി ഫോർമുലേഷന്റെ ഈസ് ആണ് നമുക്ക് സിംഗുലറിന്റെ കൂടെ കൊടുക്കേണ്ടത്. സോ ഈസ് അവിടെ കൊടുക്കുന്നു. ദാറ്റ്സ് ആൻസർ. ഹാവ് വരില്ലല്ലോ, പ്ലൂറലാണ്. പിന്നെ മാത്രമല്ല ഹാവ് ഇവിടെ ആവശ്യമില്ല. ഹാവ് ഗുഡ് എന്ന് നമ്മൾ പറയില്ലല്ലോ, അതുകൊണ്ട്. അതേ സമയത്ത് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 89 അല്ലെ. അടുത്ത ചോദ്യം ഇതാണ്. ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഇവിടെ നീഡ് ഉണ്ട്, ഓട്ട് ഉണ്ട്, ഡെയർ ഉണ്ട്, യൂസ്ഡ് ഉണ്ട്. നമുക്കറിയാം നീഡിന്റെ കൂടെ ടു യൂസേജ് വരും നീഡ് മെയിൻ വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. ഡെയറിന്റെ കൂടെ ടു ഇൻഫിനിറ്റീവ് വരും മെയിൻ വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. ഓട്ടിന്റെ കൂടെ ഒറ്റു അല്ലെ ഉണ്ട്, യൂസേജ് ഉണ്ട്. യൂസ്ഡിന്റെ കൂടെ യൂസ്ഡും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാത്തിനും എന്താ പറയുക, 2 ഓപ്ഷൻ വരുന്നതാണ്. പക്ഷെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK എന്നാ. അപ്പം വെൻ ഐ വാസ് ഇൻ UK, ഞാൻ UK-യിൽ ആയിരുന്നപ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ എന്ത് മനസ്സിലാക്കാം? ലോജിക്കലി നമുക്ക് എന്ത് മനസ്സിലാക്കി എടുക്കാം? പഴയ അല്ലേ, പാസ്റ്റിലെ ഡിസ്കണ്ടിന്യൂഡ് ആക്ഷൻ ആണ്. വെൻ ഐ വാസ് UK പാസ്റ്റാ പറഞ്ഞേക്കണേ. അപ്പൊ പാസ്റ്റിലെ ഡിസ്കണ്ടിന്യൂഡ് ആക്ഷൻ പറയുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ആണല്ലേ. സോ ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ. ഞാൻ UK-യിലായിരുന്നപ്പോൾ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, പാസ്റ്റില് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള ആക്ഷനെ പറ്റി പറയാനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ യൂസ്ഡ് ടു ആണ് ആൻസർ വരിക. അടുത്ത് നോക്കാം. ഐ ഡിസ്ലൈക്ക് ഡാഷ് TV. വാച്ച് എന്നതിന്റെ ഫോമാ കൊടുക്കണ്ടേ. ടു വാച്ച് ഉണ്ട്, വാച്ചിങ് ഉണ്ട്, വാച്ചസ് ഉണ്ട്, വാച്ച്ഡ് ഉണ്ട്. നമ്മൾ ഏത് കൊടുക്കും? ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV അല്ലേ. അത് നമ്മൾ ടു ഇൻഫിനിറ്റി കൊടുക്കുന്ന ഫ്യൂച്ചർ ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ട. അത് എനിക്ക് ഇനി TV കാണുന്നതിൽ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ TV കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വാച്ചിങ് കൊടുക്കും, ജെറണ്ട കൊടുക്കുക അവിടെ കൊടുക്കുന്നത് അല്ലേ. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ജെറണ്ട കൊടുക്കുക. എന്നാൽ അതേ സമയത്ത് എനിക്ക് പുറത്ത് പോകാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഡു യു വോണ്ട് സംതിങ് ടു ഈറ്റ്, ഐ ഡിസ്ലൈക്ക് ടു ഈറ്റ് ഇറ്റ്, എനിക്ക് അല്ലെങ്കിൽ ഐ ഡിസ്ലൈക്ക് ടു ഓർഡർ നൗ, എനിക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ നൗ ഇപ്പോഴത്തെ കാര്യം പറയാനാണെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്, തൊട്ടടുത്ത ഫ്യൂച്ചറിലെ കാര്യം പറയാനൊക്കെ ആണെങ്കിൽ നമുക്ക് ടു ഇൻഫിനിറ്റീവ് കൊടുക്കാം ഡിസ്ലൈക്കും ലൈക്കിൻ്റെ കൂടെ. പക്ഷേ ശ്രദ്ധിച്ചോണം, കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് ജെറണ്ട് ആണോ ഇൻഫിനിറ്റീവ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം ജെറണ്ട് ഇൻഫിനിറ്റീവ്സ് കേട്ടോ. അത് അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്ലിയർ ആയി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്താം. ഡൗട്ട്സിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇത് 8ാമത്തെ വീഡിയോ ആണ്. 7 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പ്രീവിയസ് ക്വസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ LDC മൊത്തം പഠിക്കാനുള്ള ഒരു പ്ലാനിലാണ്. നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് നമ്മുടെ ഈ പഠിപ്പുരയുടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം.